generation നോക്കാം. ഫോർത്ത് ജനറേഷൻ 1971 ഓൺവേർഡ്സ് ആണ്. തേർഡ് ജനറേഷൻ മുതൽ നമ്മൾ IC ആണ് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ജനറേഷനിലും IC തന്നെയാണ്. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്കെയിൽ ഓഫ് ഇൻ്റഗ്രേഷനിലാണ് ഡിഫറൻസ്. LSI ആണ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. LSI എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ICയുടെ നമ്പർ ഓഫ് സർക്യൂട്ട്സ് ഇൻ്റഗ്രേറ്റഡ് ഇൻ എ സിംഗിൾ ചിപ്പ്. അത് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ടെക്നോളജിയിലെ വേരിയേഷൻസ് വരുത്തിയത്. അപ്പോൾ ഫോർത്ത് ജനറേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്ത കാരണം തന്നെ അതിനെ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് വിളിക്കും ഫോർത്ത് ജനറേഷനിൽ. ഓക്കെ, എന്താണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ? മൈക്രോ പ്രോസസ്സർ ഇസ് എ സിംഗിൾ ചിപ്പ് വിച്ച് കണ്ടെയ്ൻ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇലക്ട്രോണിക് കോമ്പണന്റ് ലൈക്ക് ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, റെസിസ്റ്റേഴ്സ് എക്സെട്ര. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? മൈക്രോ പ്രോസസ്സർ എന്ന് പറയാം. ഓക്കെ, അപ്പം പിന്നെ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ എന്താ പറയുക ചിപ്പ് തന്നെ, അതിനെ തന്നെ നമ്മൾ എന്താക്കി പറയും? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓൺ എ സിംഗിൾ ചിപ്പ്. അതിനാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയാം. ഒരു ചിപ്പിൻ്റെ അകത്ത് തന്നെ എല്ലാ വർക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ തേർഡ് ജനറേഷനിൽ മൾട്ടിപ്പിൾ ചിപ്പായിരുന്നു ഒരു പ്രോസസ്സറിന് CPU വേണ്ടിയിരുന്നത്. ഇത് സിംഗിൾ ചിപ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോർത്ത് ജനറേഷനിൽ അതുകൊണ്ട് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത് കപ്പാസിറ്റി തേർഡ് ജനറേഷനേക്കാളും കൂടുതലാണ്. അതുപോലെ പിന്നെ LSI കഴിഞ്ഞതിന് ശേഷം പിന്നെ VLSI വന്നു. അപ്പോൾ കുറച്ചും കൂടെ എന്തായി? ഇതിൻ്റെ സ്കെയിൽ ഓഫ് ഇൻ്റഗ്രേഷൻ കൂടി. അപ്പം സൈസ് പിന്നെയും സ്മോളർ ഇൻ സൈസായി, ഫാസ്റ്റർ ഇതായി, പ്രോസസ്സിംഗ് ആയി. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ലാർജ് റൂമിൽ ഓക്യുപ്പൈ ചെയ്ത കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഫിറ്റ് ഇൻ പാം ആ ഒരു രീതിയിലേക്ക് എങ്ങനെ വന്നു? ഫോർത്ത് ജനറേഷനിൽ വന്നു. ഓക്കെ, പിന്നെ നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫോർത്ത് ജനറേഷനിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പം എന്താ പറയുക, കമ്പ്യൂട്ടറിൻ്റെ ആ യൂസേജ്, പിന്നെ ഇൻ്റർനെറ്റ് വന്നു. അതൊക്കെ നമ്മൾ എൻലാർജ് ചെയ്യാണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെയും അതിൻ്റെ യൂസേജിനെയും അതിൻ്റെ പോപ്പുലാരിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാണ്. അപ്പം പിന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആവുന്നു. യൂസർ ഫ്രണ്ട്ലി ആകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. കൊമേഴ്ഷ്യലി നമ്മളെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഈ ജനറേഷനിൽ IBM PC ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആപ്പിള്. പിന്നെ ഇപ്പം ഒരുപാട് സിസ്റ്റം ഇങ്ങനെയുള്ള കാണുന്ന നമ്മളെ സിസ്റ്റം ഒക്കെ അതിൻ്റെ ഒക്കെ അഡ്വാൻസ്ഡ് വേർഷനാണ്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് IBM PC. അപ്പം അതിൽ DOS എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഫിഫ്ത്ത് ജനറേഷൻ, അത് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതിനെക്കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് ഹ്യൂമൻ ബീയിനെ മിമിക് ചെയ്യുന്ന സിസ്റ്റം, നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സിസ്റ്റം, നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യങ്ങളെ നോക്കിക്കാണുന്നത് അതേപോലെ സിസ്റ്റം ചെയ്യുക. ആ ഒരു കൺസെപ്റ്റാണ് ഫിഫ്ത്ത് ജനറേഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ AI ആണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതെന്താണ്? AI ഈസ് എന്താ പറയുന്നത്? എബിലിറ്റി ടു സിമുലേറ്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. ഓക്കെ, ഹ്യൂമന്റെ ബുദ്ധിശക്തി എങ്ങനെയാണ്? അപ്പം നമ്മൾ തിങ്കിങ് പവർ ഇല്ല സിസ്റ്റത്തിന് എന്ന് പറയും, പക്ഷെ തിങ്കിങ് പവർ ഉള്ള സിസ്റ്റം എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ബിഹേവ് ചെയ്യുന്ന അങ്ങനെയല്ല. ഒരാളടുത്ത് നമ്മൾ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളെ മുന്നേ അറിയുന്നതാണെങ്കിൽ ആ രീതിയിൽ പറയും, ഇല്ലെങ്കിൽ അങ്ങനെ പറയും. അപ്പം സിസ്റ്റം ആണെങ്കിൽ അതെങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ബിഹേവ് ചെയ്യും, അതിനാണ് ഇൻ്റലിജൻസ് എന്ന് പറയുക. അപ്പൊ ഇപ്പോഴും അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയാം. സ്പീച്ച് റെക്കഗ്നിഷൻ ഒരു ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളിപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നത് കാണാം. അങ്ങനെ സോഫിയ അല്ലെ, നമ്മള് ഒരു വാർത്ത വായിക്കുന്നത് നമ്മൾ കേട്ടതാണ്. സൗദിയിലെ ഒരു സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുള്ള, സൗദിയല്ല UAE അങ്ങനെ അത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഫേസ് റെക്കഗ്നിഷൻ ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട് അല്ലെ, കമ്പനികളൊക്കെ പ്രോസസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഇതെല്ലാം AI ആണ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. AI ശരിക്കും എന്താണ്? ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കൺസേൺ വിത്ത് ഡെവലപ്പിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഫോർ സോൾവിങ് കോംപ്ലക്സ് പ്രോബ്ലംസ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പം വലിയ റിഫൈനറീസിലൊക്കെ നമുക്ക് പോയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് റോബോട്ടിക്സ് ആണ് കൺട്രോൾ ചെയ്യുക. അങ്ങനെയുള്ള മെഷീൻ ഓപ്പറേഷൻസ്, അങ്ങനെ പിന്നെ മൈക്രോ ലെവലിലുള്ള കാര്യങ്ങൾ, അതുപോലെ വളരെ ഇപ്പോൾ സ്പേസിലുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യിപ്പിക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ AI എന്നുള്ള കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്.
ഓക്കെ. ഇനി എയിൽ പ്രോഗ്രാം ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ലിസ്പ് ആൻഡ് പ്രൊലോഗ്. എയിൽ നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആവശ്യമാണ്. അത് നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററുകളിലെ ലാംഗ്വേജിനെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പൊ ഈ എയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ലിസ്പും പ്രൊലോഗും. ഓക്കെ. ഇനി കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. ജനറേഷന്റെ ഓവറോൾ ഒരു ഫീച്ചേഴ്സ് നോക്കാം. ടെക്നോളജി ഫസ്റ്റിൽ വാക്യൂം ട്യൂബ്, സെക്കൻഡിൽ ട്രാൻസിസ്റ്റർ, തേർഡിൽ ഇന്റഗ്രേറ്റർ, ഫോർത്തിൽ മൈക്രോ പ്രോസസർ, ഫിഫ്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങിയത് 3rd ജനറേഷൻ മുതലാണ്. ഓക്കെ. പിന്നെ ലാംഗ്വേജസ് ഇവിടെ മെഷീൻ ആയിരുന്നു, സെക്കൻഡിൽ അസംബ്ലി ആണ്, പിന്നെ എല്ലാം ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. പീരിയഡ് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ ഒരു ടേബിൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സിസ്റ്റത്തിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ചു വെക്കണം. ഓക്കെ. അപ്പൊ എയിലെ കാര്യങ്ങളാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നത്. പിന്നെ 5th ജനറേഷന്റെ ഒരു കമ്പ്യൂട്ടിംഗ് എന്നുള്ളതിന്റെ എയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡെവലപ്പിംഗ് കമ്പ്യൂട്ടിംഗ് മെഷീൻസ് ദാറ്റ് റെസ്പോണ്ട് ടു നാച്ചുറൽ ലാംഗ്വേജ്. അപ്പൊ NLP ഒക്കെ കേട്ടിട്ടുണ്ടാവും. നാച്ചുറൽ ലാംഗ്വേജിന് റെസ്പോണ്ട് ചെയ്യുക. ആൻഡ് capable ഓഫ് ലേണിംഗ് ആൻഡ് സെൽഫ് ഓർഗനൈസേഷൻ. അപ്പൊ അതാണ് അതിന്റെ ഒരു എയിം. ഓക്കെ. ഇനി നമുക്ക് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് നോക്കാം. എന്താണ് കമ്പ്യൂട്ടിംഗ് എവല്യൂഷൻ എന്നുള്ളത്? കമ്പ്യൂട്ടിംഗിൽ നമ്മൾ ഈ മെഷീനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്തത്, അതിനാണ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പല രീതിയിലാണ് കമ്പ്യൂട്ടറായിട്ട് പിന്നെ നമ്മുടെ ഏതൊക്കെ തരം പ്രോബ്ലം ആയിരുന്നു സോൾവ് ചെയ്തിരുന്നത്. നമ്മുടെ റിക്വയർമെന്റ്സ് മാറുന്നതനുസരിച്ച് ഡിവൈസിൽ മാറ്റങ്ങൾ വരുന്നു, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന മാറുന്നു. അപ്പൊ അതില് അപ്പൊ 1940-ലൊക്കെ ഏർലി കമ്പ്യൂട്ടറൊക്കെ 1940-ലൊക്കെ പെർഫോമിംഗ് സീരീസ് ഓഫ് സിംഗിൾ ടാസ്ക് ആയിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ. ലൈക്ക് കാൽക്കുലേറ്റർ ചെയ്യുന്ന പോലെ മാത്രം നമ്മളോട് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് അന്ന് അത്രേ റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ സിസ്റ്റം അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ സ്പെഷ്യൽ പർപ്പസ് സിസ്റ്റം പ്രോഗ്രാംഡ് ബൈ റോസ് ഓഫ് മെക്കാനിക്കൽ സ്വിച്ചസ് ബൈ ജമ്പർ വയേഴ്സ്. അങ്ങനെ മെക്കാനിക്കൽ സ്വിച്ചസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് അത് ചെയ്തിരുന്നത്. ഓക്കെ. അങ്ങനെ ബ്രാഞ്ചസ് അങ്ങനെ ഇങ്ങനെ പഠിച്ചാൽ മതി. എന്താണ് ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു സിസ്റ്റത്തെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അതില് പിന്നെ അത് നമുക്ക് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് വരുന്ന കമ്പ്യൂട്ടറിൽ പ്രോബ്ലം സോൾവ് ചെയ്യണം അല്ലെ, കുറച്ച് നമ്മൾ പ്രോബ്ലം കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് വന്നു. ഇത് വെച്ച് സോൾവ് ചെയ്യാൻ പ്രയാസമായിട്ട് വന്നു. അങ്ങനെയാണ് ജോൺ വോൺ ന്യൂമാന്റെ ആർക്കിടെക്ചറിൽ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന ഒരു രീതിയിൽ ആ ഒരു കാൽക്കുലേഷന്റെ രീതിയിലേക്ക് വന്നു. അപ്പൊ അതിൽ എന്താണ് അത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്, സ്റ്റോറിങ് ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഇൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തുകൊണ്ട്. മറ്റത് നമ്മളെ മെക്കാനിക്കൽ സ്വിച്ച് വെച്ച് ഓരോന്നും ആ സമയത്ത് ഇങ്ങനെ ഇൻപുട്ട് ചെയ്യായിരുന്നു. ഇത് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ഡാറ്റയും കൊടുക്കുന്നു, പിന്നെ അത് പ്രോസസ് ചെയ്തിട്ട് നമുക്ക് തരുന്നു. അങ്ങനെയാണ് ദ സെറ്റ് ഓഫ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു കമ്പ്യൂട്ടർ ഫോർ എക്സിക്യൂട്ടിംഗ് സ്പെസിഫിക് ടാസ്ക് കോൾഡ് പ്രോഗ്രാം. അങ്ങനെ പ്രോഗ്രാം ഇൻപുട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കൺസെപ്റ്റിലേക്ക് എത്തി രണ്ടാമത്തെ സ്റ്റേജിൽ. ഇനി ആരാണ് അഗസ്റ്റ അഡ ലോവലെസ്? ഈ ലേഡി ഫസ്റ്റ് പ്രോഗ്രാമർ ആണ് വേൾഡിലെ അങ്ങനെ അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ചാൾസ് ബബേജിന്റെ മെക്കാനിക്കൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം എഴുതിയത് ഇവരായിരുന്നു. ഓക്കെ. known as Ada Lovelace was an English mathematician and a writer known for her work Charles Babbage's early mechanical general purpose computer. ഇതിനു വേണ്ടി പ്രോഗ്രാം എഴുതിയ ആളാണ്. അതുകൊണ്ട് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പ്രോഗ്രാമർ ആണ്, വേൾഡ്സ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ഷീ ഈസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ വേൾഡ് ഫസ്റ്റ് പ്രോഗ്രാമർ. ഇത് വൺ വേൾഡ് വരാറുണ്ട്. ഓക്കെ. പ്രോഗ്രാം എഴുതിയത് അനാലിറ്റിക്കൽ എഞ്ചിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അനാലിറ്റിക്കൽ എഞ്ചിന് വേണ്ടിയിട്ട് ആരുടെ? ചാൾസ് ബബേജിന്റെ. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താന്ന് നോക്കാം. നമ്മൾ കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് വേണം, സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ലാംഗ്വേജ് വേണം. അപ്പൊ ആ കമ്പ്യൂട്ടിങ്ങിന്റെ എവല്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഏർലിയർ സ്റ്റേജിൽ
ഇപ്പൊ എത്തി നിൽക്കുന്നത് AI-യിലാണ് കിടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏർലിയർ സ്റ്റേജിൽ എന്തായിരുന്നു സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്? മെഷീന്റെ ലാംഗ്വേജ് തന്നെയായിരുന്നു. ഇന്നും മെഷീന്റെ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് ഹൈ ലെവലിൽ നിന്നുകൊണ്ടാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ്. സിസ്റ്റത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അത് എന്താ പറയാ, അതിലൊന്നാണ് മെഷീൻ ലാംഗ്വേജ്. അത് സീറോസ് ആൻഡ് വൺസ് ആണ്. കമ്പ്യൂട്ടറിലെ സീറോസ് ആൻഡ് വൺസ്, മെഷീന് മനസ്സിലാവുന്ന സീറോസ് ആൻഡ് വൺസിന്റെ സ്ട്രിങ് കോമ്പിനേഷൻസിനെയാണ്. ഇപ്പം നമ്മൾ ആഡ്, സബ്ട്രാക്ട്, 10, 20 എന്ത് പറയുകയാണെങ്കിലും അതെല്ലാം സീരീസ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ആയിരിക്കും. അപ്പൊ ആ വേർഡ്സ് എല്ലാം, ഇൻസ്ട്രക്ഷൻ എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കത് വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ മെഷീൻ അങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടായ കാരണം അതിന്റെ ഡ്രോബാക്സ് ഒക്കെ അറിയാം. അങ്ങനെയാണ് പിന്നീട് മെഷീൻ ഡിപ്പെൻഡൻസിന്റെ, കാരണം ഒരു മെഷീനിൽ യൂസ് ചെയ്യുന്ന മെഷീൻ ലാംഗ്വേജ് വേറെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സെറ്റ് ഓഫ് പ്രോഗ്രാം. അത് എഡ്സാക്കിന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തത്. എഡ്സാക്ക് എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇംഗ്ലീഷ് ലൈക്ക്, അതായത് വ്യത്യാസം എന്താണ്? 0 and 1s ഉപയോഗിച്ച മെഷീൻ ലാംഗ്വേജിന് പകരം ഇംഗ്ലീഷ് ലൈക്ക് വേർഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു അസംബ്ലി ലാംഗ്വേജ്. ഇനി ആ ലാംഗ്വേജും എന്തുതന്നെയാണ്? പ്രോഗ്രാംസ്, പിന്നെ ഇറ്റ് ഈസ് സ്പെസിഫിക് ടു എ ഗിവൺ മെഷീൻ. അതും പോർട്ടബിൾ അല്ല, ഒരു മെഷീന് മറ്റൊരു മെഷീനിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ പിന്നീട് നമ്മൾ ഹൈ ലെവൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ആ പ്രയാസം മാറാൻ വേണ്ടി, അങ്ങനെയാണ് ദിസ് ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ലാംഗ്വേജ് കോൾഡ് ഹൈ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ഇൻഡിപെൻഡന്റ് ലാംഗ്വേജ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. അതിന് സിമ്പിൾ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഫസ്റ്റ് വന്നത് A0 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, പിന്നെ അതുപോലെ യൂണിവാക്കിൽ യൂസ് ചെയ്തത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. അതുപോലെ ഫോർട്രാൻ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് IBM യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ ലിസ്പ് ഉണ്ട്, കുറച്ച് കൊബോളൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. വ്യത്യാസം മനസ്സിലാക്കുക. ആദ്യം മെഷീന് മനസ്സിലാവുന്ന സീറോസ് ആൻഡ് വൺസ്, പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷ് വേർഡ് ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വന്നു. അതെല്ലാം മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഈ മെഷീൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ലാംഗ്വേജിൽ എഴുതുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഇനി അൽഗോരിതം ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. പ്രോഗ്രാമർ, അതായത് ഇൻസ്ട്രക്ഷൻ നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ എഴുതണമെങ്കിൽ അതിനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആവശ്യമാണ്. അപ്പോൾ ഒരു സീക്വൻസ്, ഒരു പ്ലാനിങ് ഒക്കെ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്താ പറയുക, പ്ലാൻ ചെയ്യുന്ന ആ ടൂളിനെയാണ് എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയാം. അപ്പോൾ ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ പ്ലാനിങ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് ആൻ അൽഗോരിതം. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ സോൾവിങ് എ പ്രോഗ്രാം. നമുക്ക് വേറെ വേർഡ്സിൽ പറയാം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ അതൊരു പ്രൊസീജിയർ ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൽഗോരിതം. അങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് അതിനെ പിന്നെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ സ്റ്റെപ്പുകളെയാണ് നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിന്റെ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അൽഗോരിതം ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞത്. അൽഗോരിതത്തെയാണ് നമ്മൾ പിന്നീട് പ്രോഗ്രാം ആക്കി മാറ്റുന്നത്. അൽഗോരിതം നമ്മളുടെ ഭാഷയിലായിരിക്കും, പ്രോഗ്രാം കമ്പ്യൂട്ടറിന്റെ ഭാഷയിലായിരിക്കും. ഇനി തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ